നബിദിനവും ഓണവും ഒന്നിച്ച് വരികയാണല്ലോ. അതുകൊണ്ട് ഒരു അടിപൊളി ടൂറ് കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ് ഇന്ന്. ഉസ്താദ് വരി ആ കാഴ്ചകളൊക്കെ ഒന്ന് പറഞ്ഞു തരാം എനിക്ക്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പാലിയേറ്റീവ് കെയറിൽ എന്താ ടൂറ് എന്നല്ലേ? ഇവിടേക്കാണ് ഈ ടൂറ് വരേണ്ടത്. കുട്ടികളും ഉമ്മയും ബാപ്പയും എല്ലാവരുമായിട്ട് ഇത്തരം വിദ്യാലയങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ടൂറ് വരുന്നാലുള്ള ഗുണം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിൻ്റെ ശേഷം കാണിച്ചു തരാം. സ്ട്രോക്ക് വന്ന ആളുകൾ, പ്രവാസികളും സ്വദേശികളും ചെറുപ്പക്കാരുണ്ട്. കൂടുതലും ഉള്ളത് നമുക്ക് ചെറുപ്പക്കാരെ ഓലൊന്ന് പോയി കാണാം ആദ്യം. ഒരു സ്ഥലം എല്ലാവരും പേര്. സർജറി എന്ത് സർജറി? നട്ടലിന് മഴ വന്നപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എന്താ സംഭവിച്ചത്? ആരോഗ്യം കുറവ്. അപ്പോൾ ഒരു എക്സസൈസ് ഇങ്ങനെ ചെയ്യണം. മാഷാ അല്ലാഹ്. ഇങ്ങനെ മാറ്റണ്ട? മാറ്റമുണ്ട്. വെറുതെ ഒരാൾ സൈക്കിളിൽ ഓട്ടണ്. നിങ്ങൾക്ക് എന്താ പറ്റി? ആക്സിഡൻ്റ് ആയി. അപ്പോൾ കമ്പ്യൂട്ടർ നടക്കാൻ പറ്റണ്ട? വീൽ ചെയറിൽ ഇവിടെ എത്തി. ഇപ്പൊ വീൽ ചെയർ ഇല്ലാതെ നടക്കും. അൽഹംദുലില്ലാ. ആക്സിഡന്റ് അല്ലാ. എന്നിട്ട് അപ്പൊ ഈ ഒരു തെറാപ്പിയിലൂടെ മാറ്റണ്ട്. പള്ളിയിലെ ഉസ്താദാ. മാഷാ അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ബോള് 2 കിലോന്, ഇത് 4 കിലോനുണ്ട്. ഇത് പിന്നെ ഇവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കമിച്ച് വെച്ചിങ്ങനെ നടക്കും. മാല ഉണ്ടാക്കുകയാണ്. നബിദിനത്തിന് വേണ്ട മാലകൾ. നബിദിനം എന്നല്ല, ഏത് പരിപാടിക്കും ഇപ്പൊ ന്യൂ ഇയറും ക്രിസ്മസും എന്തിനും ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാൻ വരും തുന്നിക്കോളും അല്ലേ? മാനസികമായി തളർന്ന രോഗികൾക്ക് ഇതുപോലത്തെ ഒരു ജോലി കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കാനുള്ള സാധനം കൊടുത്താൽ അവർ ഉണ്ടാക്കി തരും. അതിനുള്ള പൈസ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ആശ്വാസമാണ്. നമ്മൾ അവിടെയും ഇവിടെയും കൊണ്ടേ കൊടുക്കണ കാശ് ഇവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത് ഈ സ്ഥാപനം വളർത്താനും അതോടൊപ്പം ഇവർക്കുള്ളൊരു വരുമാനം കൂടി ആകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ താഴെ ആ നമ്പർ ഇടാം. ആ നമ്പറിൽ ബന്ധപ്പെടുക. പറ്റുമെങ്കിൽ സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അത് ന്യൂ ഇയർ, അതുപോലെ ബക്രീദ് ഒക്കെ വരുന്നു, നബിദിനമൊക്കെ വരുന്നത്, ഓണം വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടുക. എന്നപ്പോൾ ഇത് തുടങ്ങിയത് 2012 ഞങ്ങളിങ്ങനെ കൊടക്കല് ആസ്ഥാനമായിട്ടാണ് തുടക്കം കുറിച്ചത്. അവിടുന്ന് ഒരുപാട് രോഗികൾ നമുക്ക് വന്നപ്പോൾ അവിടെ നിന്നൊന്ന് മാറണമെന്ന് ചിന്തിച്ച് അങ്ങനെ കുറേ ആലോചിച്ചിട്ട് ഇവിടെ സ്ഥലം കിട്ടി. അവരുടെ ഉപ്പാൻ്റെ സ്ഥലമാണ്. ഏതായാലും 13.5 സെൻറ്റ് സ്ഥലം വിലക്കെടുത്ത് വാങ്ങി രജിസ്റ്റർ കഴിഞ്ഞ് പിന്നെ ബിൽഡിങ്ങായി. ബിൽഡിങ് ഉദ്ദേശിച്ച് ഏതായാലും മർക്കസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ട് തന്ന് അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ വെച്ച് കണ്ട് കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവരുടെ പേരും ഫോട്ടോ ഒക്കെ വെച്ച് കണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ആശയമാണ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ അവരുടെ സ്റ്റിക്കർ ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് ഒരു 100-200 ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളി. പിന്നെ കുട്ടികളെ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവരെ ബർത്ത്ഡേ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് ചെയ്യുക. ആ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഓരോ പേന കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഈ കടലാസ് പേന മേടിച്ചു കൊടുക്കുക. എത്രയോ പ്ലാസ്റ്റിക്കിൻ്റെ പേന നമ്മൾ മേടിക്കുന്നുണ്ട്. അതിന് പകരം ഈ ഒരു പേന വാങ്ങിയാൽ ഇവർക്ക് വലിയൊരു ആശ്വാസമായി. കുട്ടികൾക്ക് ഇത് പിന്നെ എന്താണ് പേപ്പർ ആയതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം ഇല്ല അല്ലേ? പിന്നെന്തേ ബുദ്ധിമുണ്ട? വിത്ത് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. ആ വിത്ത് എവിടെയൊന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റുമോ? വിത്ത് അവിടെ ഉണ്ട്. എന്ത് വിത്താണ്? പച്ചക്കറി വിത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പച്ചക്കറി വിത്തും ഉണ്ട്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ മണക്ക് ഇങ്ങനെ ഇട്ടാൽ പേപ്പറോട് കെട്ടാൽ മതി അല്ലേ? ഒരു പേനമൊന്നൊരു തൈ എന്നുള്ള അവിടെ ഇവിടെയൊക്കെ മുളച്ചിട്ട് എന്തെങ്കിലും ഒരു ചെടിയാവും. ഒന്നും ഇല്ലെങ്കിലും ഒരു മരമായല്ലോ, ഒരു ചെടിയായല്ലോ. അതാണ്. അപ്പോൾ ഭൂമിക്ക് യാതൊരു ദോഷം തട്ടാത്ത ഇത്തരം പേനകളൊക്കെ കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. നന്നായി പണിയെടുത്ത് കുടുംബം പോറ്റേണ്ട ആൾക്കാരാണ്. അവരെ കൊണ്ട് തന്നെ വയ്യ. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലും എല്ലാവരും ഒന്ന് സഹായിച്ചാൽ വലിയൊരു ആശ്വാസം ഈ സ്ഥാപനത്തിനും ഈ കുടുംബത്തിനും അല്ലേ? അവർ വീട്ടിലുണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് കല്യാണത്തിന് വിരുന്നിന് ഒന്നിനും പോകാൻ കഴിയൂല. ഇവരോട് പോലും മനക്കാര് അവർക്ക് വലിയൊരു ആശ്വാസം കിട്ടുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് ആവുന്ന സഹായം എത്തിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് വരിക, ഈ സ്ഥാപനമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. എനിക്ക് അതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അതും പറ്റും. അതും കൂടി വേണം. ഇതുപോലുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിൽ തളർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഇവർ വരാൻ തയ്യാറാണ്. ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കാനും തയ്യാറാണ്. സ്ത്രീകളോ പുരുഷന്മാരോ ആരായാലും അല്ലേ? ഭക്ഷണം എല്ലാം ഇവിടെ നിന്ന് കൊടുക്കും ചെയ്യും. സ്വീസ് സർക്കിൾ കമ്മിറ്റിൻ്റെ കീഴിൽ നടക്കുന്നതാണ്. തെന്നല സ്വീസിൻ്റെ സർക്കിൾ കമ്മിറ്റിൻ്റെ കീഴിൽ നടക്കുന്നതാണ്. ഇതിൽ വേതനം കുറവാണ്. 95% ആളുകളും സേവനമാണ്. അപ്പോൾ അവരെ സമയത്തിൻ്റെ അനുസരിച്ച് എന്ത് ചെയ്യും?
പല ആവശ്യങ്ങൾക്കും പലവരും വരും. പിന്നെ നിരന്തരമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള ഫാറൂഖ് നൈമി എന്നറിയും, പിന്നെ കുഞ്ഞുമോൻ പറ്റിയില്ല, അവരാണത് കൂടുതലും കൊണ്ടാടുന്നത്. പിന്നെ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഞാൻ ടൈലറാണ്, ആദ്യകാല ടൈലറാണ്. നിങ്ങൾ പേർക്ക് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കും? എൻ്റെ ഒഴിവ് സമയം ഞാൻ ചെലവഴിക്കാറുണ്ട്. മാഷാ അല്ലാഹ്, നല്ല രോഗികൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരാ ആശ്വാസം ഒരു സാറിന് കൊണ്ട് പറഞ്ഞില്ല, ഇതുപോലെ രോഗിയുടെ വീട്ടിലെത്തുമ്പോൾ അവരാ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആസ്വാദനവും ഇതും കിട്ടും. അതുകൊണ്ട് ജോലികളും കാര്യങ്ങളും മുടക്കി എല്ലാ രീതിയിലും അവരെ സമയത്തിനനുസരിച്ചിട്ട് വന്ന് സേവനം ചെയ്യും. മതഭേദമില്ല, എല്ലാവർക്കും തുല്യമായിട്ട് അതാണ് ചെയ്യുന്ന പദ്ധതിയാണ്. നല്ല കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. ഞാനെൻ്റെ ബ്രിക്കൽ അബ്ദുറഹ്മാൻ എന്ന ആളാണ് ഇതിൻ്റെ സെക്രട്ടറി. അവരിപ്പോൾ യു എയിലുള്ളത്. ഓക്കെ. ഇനി ഒന്നും കൂടി വിപുലീകരിച്ച് ജനകീയമാക്കി സാധാരണക്കാരെ ആളുകൾ നാട്ടിലും ഇതിനു വേണ്ടി ഇറങ്ങി വരണം, ഇതിൻ്റെ കൂടെ നിൽക്കണം. അതാണ് നിങ്ങൾ ആവശ്യം. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരു വണ്ടിയിൽ ഇപ്പോൾ നമുക്ക് ഡ്രൈവറുള്ളൂ, രണ്ടാമത്തെ വണ്ടിയിൽ നമ്മൾ വളണ്ടിയർമാരാണ് ഡ്രൈവർമാരായി പോയി. പേരൊന്നും എത്തിയിട്ടില്ല, ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ വണ്ടിയിൽ വളണ്ടിയർമാരായിട്ടുള്ള ആളുകളാണ്. ഓരോരുത്തരിൽ സൗജന്യമായിട്ടാണ് ഡ്രൈവർമാരായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് വളണ്ടിയർമാരായ താല്പര്യമുള്ള ആൾക്കാരൊക്കെ മറ്റൊന്ന് ബന്ധപ്പെട്ട് ഓരോ മാസം 3.5 ലക്ഷത്തോളം രൂപ ചെലവുള്ള ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. 1 രൂപ പോലും പേഷ്യൻസിൻ്റെ അടുത്ത് രോഗിൻ്റെ അടുത്തുനിന്ന് വസൂലാക്കാതെ 100% സൗജന്യ സേവനം നൽകുന്ന ഈ സ്ഥാപനത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടുള്ളത്. സാമ്പത്തികമായി കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വന്നിട്ട് ഒരു ദിവസത്തെ സേവനം കൊടുക്കി. അപ്പോൾ അറിയാം നമുക്ക് ഇവരുടെ പ്രയാസങ്ങളും ആ രോഗിയുടെ പ്രയാസങ്ങളൊക്കെ. സാമ്പത്തികമായി കഴിവുള്ളവർ അത് കൊടുക്കുക, അല്ലാത്തവർ ശാരീരികമായി സേവനം കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഈ വീഡിയോസ് പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താഴെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ചേർക്കുന്നുണ്ട്. കഴിയുന്നത്ര ഒരു സഹായം എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുടുംബമായിട്ട് നിങ്ങളിവിടെ വരിക. ഏതായാലും ഇത്തരം ഒരുപാട് സ്ഥാപനങ്ങൾ പലയിടത്തും ഉണ്ട്. പലയിടത്തേക്കും കുടുംബവും ഒന്നിച്ച് നിങ്ങൾ യാത്ര ചെയ്യണം എന്നും കൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഹംസ 5 മുക്കിൽ 2